ശ്രീകുമാറേട്ടാ നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായിട്ട് ചാൻസലറിനെ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ കടുത്ത പോരിലാണ്. എന്നാൽ ആ പോരിനൊരു തിരശീല വീഴുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കിയത്. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ പുതിയ കരട് ചട്ടമൊക്കെ പുറത്തു വന്നല്ലോ. എന്നാൽ അതങ്ങനെയല്ല. ആ പോര് കൂടുതൽ പ്രക്ഷുബ്ധമാവാൻ വേണ്ടി പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം തമിഴ്നാടും കഴിഞ്ഞ ദിവസം തന്നെ പ്രമേയം പാസ്സാക്കി ഇതിനെതിരെ, ഈ ചട്ടത്തിനെതിരെ. ഒപ്പം കേരളം ഇപ്പോൾ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി പോകുന്നു എന്നും കേൾക്കുന്നു. നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരളം. എങ്ങനെയാണ് ചേട്ടൻ ഇതിനെ വിലയിരുത്താൻ വേണ്ടി പോകുന്നത്? ഇത് കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണോ ചെയ്യുന്നത്? അല്ല, ഇത് ഇതിനകത്ത് പറയുമ്പോൾ ഈ ഗവർണറുമായുള്ള പോരിനെ പറ്റി പറയുമ്പോൾ കടിച്ചതിനേക്കാൾ വലുത് പുനത്തിയിരിക്കുകയായിരുന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഈ പുതിയ സംസ്ഥാന ഗവൺമെൻറ് എത്തിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ഒത്തിരി വലിയ പുലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് എന്ന് വേണം കരുതാൻ എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അതോടെ നിൽക്കട്ടെ. നമുക്ക് ഈ UGC ചട്ടങ്ങൾ, അതെല്ലാം പുതിയ ചട്ടങ്ങൾ, അതാണല്ലോ വിഷയം. നമുക്ക് 1948 ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ, പിന്നീട് ഇന്ത്യൻ പ്രസിഡൻ്റായി തീർന്ന, നേരത്തെ നിരവധി സർവകലാശാലകളിൽ പ്രൊഫസറും വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്നു ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഒരു സർവകലാശാല കമ്മീഷനെ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ചത്. അത് സർവകലാശാല വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ കലാലയങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഗവേഷണ സൗകര്യങ്ങൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണം എന്ന് പറയാവുന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ അധ്യക്ഷനായി നിയമിച്ച ഒരു കമ്മീഷനാണ് സർവകലാശാല കമ്മീഷൻ. അവരുടെ ശുപാർശ പ്രകാരമാണ് 1953 UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപപ്പെടുത്തിയത്. 1956 അത് പാർലമെൻറ്റിലെ പ്രത്യേക നിയമപ്രകാരം, കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് രൂപീകരിച്ചത് പ്രത്യേക നിയമപ്രകാരം പാർലമെൻറ്റ് അത് അംഗീകരിക്കും. അതൊരു വ്യവസ്ഥാപിത സംവിധാനമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ആധികാരികമായ സംവിധാനമായി മാറുകയും ചെയ്തു. അത് 1958 അന്ന് പാസ്സാക്കിയ നിയമത്തിൻ്റെ 20-ാം വകുപ്പാണ്. അതിലാണ് വളരെ കൃത്യമായിട്ട് ഈ കലാകാലങ്ങളിൽ അക്കാഡമിക് യോഗ്യതയെ സംബന്ധിച്ചും അതല്ലെങ്കിൽ പിന്നെ സർവകലാശാലകളുടെ ഭരണത്തെ സംബന്ധിച്ചും അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള കലാകാലങ്ങളിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ അധികാരമുണ്ടെന്ന് 20-ാം വകുപ്പിൽ, ഈ UGC ചട്ടത്തിൻ്റെ 20-ാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതി മറ്റുമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഈ പുതിയ ചട്ടങ്ങൾ പറഞ്ഞു മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രധാനമായിട്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ എതിർക്കുന്നു. ആദ്യമായിട്ട് ഇപ്പം അധ്യാപകരെ നിയമിക്കുന്നതിന് പിന്നെ ഡിഗ്രി PG അത് ആ ബിരുദാനന്തര ബിരുദത്തിൽ തന്നെ PhD നെറ്റൊക്കെ ഉണ്ടാകണം എന്നുണ്ടായിരുന്നത് ഈ പുതിയ നിയമപ്രകാരം മാറ്റിയിട്ടുണ്ട്. കാരണം ഏത് വിഷയത്തിലും നെറ്റോ അല്ലെങ്കിൽ PhD എടുത്താലും ബിരുദാനന്തര പഠനം നടത്തിയതിൽ തന്നെ ആകണം എന്ന നിർബന്ധമില്ല. പിന്നെ അതുപോലെ പിന്നൊരു നിർദ്ദേശമുള്ളത്, അതിൽ അഭിപ്രായ വ്യത്യാസം അല്പം വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പേരിൽ നിയമിക്കുക. പക്ഷേ കൃത്യമായിട്ടും 10% കൂടുതൽ അങ്ങനെയുള്ളവരുണ്ടാകുന്നത് വിവിധ മേഖലകളിൽ ഭരണാധിപന്മാരെ, ബ്യൂറോക്രാറ്റ്സോ അല്ലെങ്കിൽ വലിയ കമ്പനികളുടെയൊക്കെ എക്സിക്യൂട്ടീവ്സ്, അത്തരത്തിൽപ്പെട്ട പുതിയ കാലത്തെ ആശ്രയിച്ചാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു 10% ആൾക്കാരെ അങ്ങനെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പേരിൽ നിയമിക്കാനുള്ള പിന്നെ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ താൽക്കാലിക നിയമനം എന്ന് പറയുന്നത് 6 മാസം, അത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ താൽക്കാലിക നിയമം ആകാവൂ എന്നും അത് 6 മാസത്തേക്കേ ആകാവുന്നും അത് 1 വർഷത്തിലധികം കാലം ദീർഘിപ്പിക്കരുതെന്നും അവർക്ക് കൃത്യമായിട്ട് ഈ വേതനം എന്ന് പറയുന്നത് ഇതേ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ സ്ഥിരം ആൾക്കാരുടെ നിയമനത്തോടു കൂടി കൊടുക്കണമെന്നും അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ലെന്നും വളരെ കർശനമായ ഒരു നിർദ്ദേശമുണ്ട്. അതും വളരെ കൃത്യമായിട്ട് പിന്നെ സെലക്ഷൻ കമ്മിറ്റിയിൽ OBC അല്ലെങ്കിൽ SC പട്ടികവർഗക്കാരുടെ പ്രദേശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പുതിയ ചട്ടങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ ഇങ്ങനെയൊക്കെ നേരിട്ട് നിയമിക്കുന്ന തസ്തികകളിലേക്ക് PhD നിർബന്ധമാണ്. അതൊരു അഖിലേന്ത്യാ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി വേണം അത്തരം തസ്തികകളിലേക്ക് നേരിട്ട് നിയമിക്കാൻ. അങ്ങനെ നിയമിക്കുകയാണെങ്കിൽ അവർക്ക് PhD എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഇങ്ങനെയുള്ള അക്കാഡമിക് മികവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആ വിധത്തിൽപ്പെട്ട നിരവധി നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പ്രധാന പ്രശ്നം വന്നിരിക്കുന്നത് അവിടെയൊന്നും അല്ലല്ലോ. VC നിയമിക്കുന്നതിൽ സംസ്ഥാനത്തിന്റെ പൂർണ്ണ അധികാരം എടുത്തു കളയുകയാണ്. ആ അധികാരം മുഴുവൻ
ചാൻസലറിലേക്ക് സെർച്ച് കേന്ദ്രീകരിക്കുക. കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി വരുത്തിയിരിക്കുന്ന ഭേദഗതി അതാണ് ഏറ്റവും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ പോലും ഗവർണറാണ് കൃത്യമായി തീർന്നിരിക്കുന്ന ആക്ഷേപം അതാണ്. സെർച്ച് കമ്മിറ്റി നിയമിക്കുന്നത് ഗവർണറാണ്, ചാൻസലറാണ്, ഗവർണർ അധ്യക്ഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഫലത്തിൽ ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളുണ്ട്, UGC നിർദ്ദേശിക്കുന്ന ആളുണ്ട്. UGC എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വയംഭരണ സ്ഥാപനമാണ്. UGC എന്ന് പറയുന്നത് കൃത്യമായ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും അതിൻ്റെ നിയമനം ചെയർമാൻ അംഗങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്നവരാകുമല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആകുമല്ലോ. ഗവർണറെ നിയമിക്കുന്നതും കേന്ദ്രം തന്നെയാണ്. ഗവർണറാണ് ചാൻസലർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗവർണറാണ് ചാൻസലർ. ഗവർണറെ മാറ്റാനുള്ള നിയമനിർമ്മാണത്തിന് ഇവിടെ രൂപം നൽകിയെങ്കിലും അതിന് പ്രസിഡന്റ് രാഷ്ട്രപതിയുടെ അംഗീകാരം കാത്തു കിടക്കുകയാണ്. അതോടെ കിട്ടുകയുമില്ല. ആ അർത്ഥത്തിൽ ചാൻസലറാണ്, ഗവർണർ തന്നെയാണ് ചാൻസലർ. അപ്പോൾ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധി, അതായത് ചാൻസലറുടെ പ്രതിനിധി, UGC ചെയർമാൻ്റെ പ്രതിനിധി. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഇങ്ങനെ കമ്മിറ്റിയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഫലത്തിൽ രണ്ടുപേരും, മൂന്നംഗ സെർച്ചിങ് കമ്മിറ്റിയിൽ രണ്ടുപേരും ചാൻസലർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തന്നെ ആണല്ലോ വരുന്നത്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നവരിൽ നിന്നല്ലാതെ പുതിയൊരാളെ നിർദ്ദേശിക്കാൻ, വൈസ് ചാൻസലറായി നിർദ്ദേശിക്കാൻ കഴിയുകയില്ലല്ലോ. അങ്ങനെ വൈസ് ചാൻസലർ നിയമനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും, അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റാണ് ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്നത്, പ്രമേയം പാസ്സാക്കി. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ നിയമ നിർമ്മാണ നടപടിയുമായിട്ട് UGC മുമ്പോട്ട് പോകുമെന്ന് വേണമല്ലോ. സർവകലാശാലകളുടെ നിലവാരം കംപ്ലീറ്റ്ലി തകർക്കുന്നതാണ് ഈ പുതിയ ഒരു മാർഗനിർദ്ദേശം എന്നാണ് സ്റ്റാലിൻ അടക്കം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ കാര്യം ഉയർത്തിക്കാട്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വസ്തുതയാണോ? ഇത് ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് രംഗങ്ങളിൽ, സർവകലാശാല രംഗങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു നിലവാര തകർച്ച. നമ്മളിപ്പോൾ പറയും ഓരോ കോളേജുകളും ഓരോ കലാലയങ്ങളും നമ്മൾ ഈ റാങ്കിങ്ങിൽ ഇത്രാമത് വരുന്നുണ്ട്, കേരളത്തിലെ കോളേജുകൾ ഇത്രാമത് വരുന്നുണ്ട്, രണ്ടാമത് വരുന്നുണ്ട്, രാജ്യത്ത് 100 എന്നൊക്കെ പറയുന്ന കണക്കുകൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവാരം എന്ന് പറയുന്നത് കുറയുന്നു എന്നുള്ളതും നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന്, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വിട്ടുപോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്, നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. എത്രയോ പേരാണ് ഇപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, ഡിഗ്രി പഠനത്തിന് പോലും പ്രൊഫഷണൽ വിദ്യാഭ്യാസം മറ്റൊക്കെ അപൂർവമായി മാത്രം വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനത്തിന് പോകും, അത് ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ വളരെ ഇതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ അങ്ങനെ പോയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായാണ് പോകുന്നത്. നമ്മുടെ കലാലയങ്ങളിൽ എത്ര കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, നമ്മുടെ കലാലയങ്ങളിൽ പരമ്പരാഗത കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എന്നാൽ അതിനനുസൃതമായി പുതിയ കോഴ്സുകൾ, പുതിയ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നുമില്ല. അധ്യാപക നിയമനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പലയിടത്തും നമ്മൾ സാമ്പ്രദായിക കോഴ്സുകൾ കുട്ടികളില്ലാതെ കിടന്ന് വിഷമിക്കുകയാണ്. കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന അത്തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഈ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഇല്ലാതായിരിക്കുന്നു. അവിടെ കുട്ടികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു പല ബിരുദ കോഴ്സുകൾക്കും ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അത് ഒരു നിലവാരത്തിൻ്റെ, നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു നിലവാരത്തിൻ്റെ ഉന്നത നിലവാരത്തിലേക്കുള്ള പോക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കുട്ടികൾ പൊതുവെ മറ്റ് മേഖലകൾ തേടി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എവിടെയോ എന്തോ തകരാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞ ഈ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക്, അതുപോലെ തന്നെ നിലവാരമില്ലായ്മയൊക്കെ നമ്മുടെ സർവകലാശാലകളിൽ തുടരുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പുറത്തു കൊണ്ടുവന്ന ഈ പുതിയ മാർഗനിർദ്ദേശം ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള മാർഗനിർദ്ദേശമാണോ? തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതാണല്ലോ ഞാൻ ആദ്യം ഈ സർവകലാശാല സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പഠിച്ചാൽ മറ്റു കാര്യങ്ങളിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ലല്ലോ. ഇതിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ഈ പ്രൊഫഷണൽ 10% പേരെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന പേരിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. പക്ഷെ അതും സത്യത്തിൽ അത് അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മറ്റ് മേഖലകളിലുള്ള വിദഗ്ധരെ കൂടി ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതോടൊപ്പം PhD എന്ന് പറയുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക നിർബന്ധമാക്കിയിരിക്കുകയാണ്. മോറോവർ PhD ഉള്ളവരെ PhD നിർബന്ധമാക്കിയിരിക്കുന്നത് അതൊരു അഖിലേന്ത്യാ റിക്രൂട്ടിംഗ് ബോഡിയാകണം അധ്യാപകരെ തിരഞ്ഞെടുക്കേണ്ടത്, നേരിട്ടുള്ള നിയമനത്തിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതൊക്കെ അക്കാഡമിക് മികവിന് സഹായകരമല്ലേ? ഇവിടെ പ്രശ്നം സർവകലാശാല ഭരണമാണ്. സർവകലാശാല ഭരണം എന്ന് പറയുന്നത് സർവകലാശാല ഭരണത്തിൽ നിയതമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന സർവകലാശാല വൈസ് ചാൻസലർമാർ പെർമനൻ്റായ ആൾക്കാർ ഇല്ലാതായിട്ട് ഇപ്പോൾ എത്ര നാളുകളായിട്ട്. അത് ഗവർണർ നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർ
മുഖ്യമന്ത്രി പറയണം. ഈ കണ്ണൂർ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അതായത് ബാഹ്യ ഇടപെടൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ പാടില്ല എന്നും അവിടെ ചാൻസലറിനാണ് പൂർണ്ണ അധികാരം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലല്ലേ പുതിയ ചട്ടം? അതിനനുസൃതമായിട്ടാണ് ഈ പുതിയ ചട്ടം വന്നിരിക്കുന്നത്. ഇവിടെ അതിനനുസൃതമായിട്ടാണ് ഈ പുതിയ ചട്ടം വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സെനറ്റ്, സിൻഡിക്കേറ്റ്, ഇതിലൊക്കെ നിയമനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഓരോന്നും രാഷ്ട്രീയ പ്രേരിതവും ഭരണ സംവിധാനത്തിന് അനുഗുണമായ രീതിയിലുമുള്ള അക്കാഡമിക് മികവിനേക്കാൾ വലിയ യോഗ്യതയായി മാറി എന്നാണ് പറയുന്നത്. CP രാമസ്വാമിയെ ആൽബർട്ട് ഐൻസ്റ്റീനെ ആദ്യത്തെ വൈസ് ചാൻസലറാക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആണ് തിരുവിതാംകൂർ സർവകലാശാല രൂപീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീനെ ആക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കുമെങ്കിൽ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചൊരു കാഴ്ചപ്പാട് ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ക്രമേണയായിട്ട് അത് നഷ്ടപ്പെടുകയും ആ രംഗമെന്ന് പറയുന്നത് മുഴുവൻ ഒരു തികഞ്ഞ രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവിടെ അത്തരത്തിൽപ്പെട്ട നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. അത് നിർഭാഗ്യവശാൽ അങ്ങനെയല്ല നടന്നിരുന്നത്. ഒരു പരിധിവരെ പിന്നെ ഇവിടെ സംസ്ഥാനങ്ങളുടെ ഈ കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലെ, സംസ്ഥാന വിഷയം മാത്രമായിരുന്നു വിദ്യാഭ്യാസം. കൺകറന്റ് ലിസ്റ്റിന് എതിരാണ് ഇപ്പോഴത്തെ പുതിയ ചട്ടം എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. നേരത്തെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. അത് അടിയന്തരാവസ്ഥ കാലത്ത് 42 ഭരണഘടനാ ഭേദഗതി ബില്ല് അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പാക്കിയ കൂട്ടത്തിലാണ് അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് പെടുത്തിയത്. അങ്ങനെയാണ് കേന്ദ്രത്തിന് കുറച്ച് അധികാരം കിട്ടി. എങ്കിൽ പോലും സംസ്ഥാന വിഷയത്തിനാണ് ഇവിടെ എന്ന നിലയിലൊക്കെയാണ് ഇത് എതിർക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പാക്കുന്ന രീതിയെയും നടപ്പാക്കുന്നവരെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു വലിയ പരിധി വരെ എന്ന് പറയുന്നത്. ഇപ്പം അക്കാഡമിക് മികവുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടെങ്കിൽ ഇത് യോജിച്ചു പോകാവുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഈ പുതിയ ചട്ടങ്ങൾക്കനുസരിച്ച് യോജിച്ചു പോകാൻ ഗവർണർ നിയമിക്കുന്നു. UGC എന്ന് പറയുന്നത് അത്തരത്തിൽപ്പെട്ടൊരു ബോഡിയാണല്ലോ. എങ്ങനെയാണ് നമ്മുടെ സർവകലാശാല സ്വയംഭരണത്തിനെയും സർവകലാശാല ഫണ്ടിങ്ങിനെയും സർവകലാശാല വിദഗ്ധന്മാരും വിദ്യാഭ്യാസ വിദഗ്ധരും അടങ്ങുന്നൊരു ബോഡിയാണ് UGC എന്ന് പറയുന്നത്. അവർ നിർദ്ദേശിക്കുന്ന ഒരാളും ചാൻസലർ നിർദ്ദേശിക്കുന്ന ഒരാളും ഒക്കെ മറ്റ് കാഴ്ചപ്പാടുകൾ വെക്കാതെ കൃത്യമായ ആളുകളെ നിയമിച്ചാൽ മതിയല്ലോ. സംസ്ഥാനത്ത് സെനറ്റംഗങ്ങളുമൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ എതിർപ്പ് എന്ന് പറയുന്നത് ഇത്ര ശക്തമാകേണ്ട കാര്യമൊന്നുമില്ല. തികഞ്ഞ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ്. ഞാനത് സംസ്ഥാന ഗവൺമെൻറ്റിനെ മാത്രമായി കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടുവരുമ്പോൾ നമുക്ക് ഇതിലെ നമ്മുടെ സർവകലാശാലകളുടെ നിലവാരം നഷ്ടപ്പെട്ടത്, അപ്പോഴും ഞാൻ പറയുന്നു നിലവാരം വളരെ കൂടുതലാണെന്ന് പറഞ്ഞൊരു അഭിപ്രായഗതി അതിനെ ഖണ്ഡിക്കാൻ ഉടൻ ഉണ്ടാകും. പക്ഷേ അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലയുടെ പൂർണ്ണമായ അധികാരം സർക്കാരിന്റെ കയ്യിൽ നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കല്ലേ? അല്ല, ഇനിയിപ്പം വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നതും വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നതും ഇതിനൊരു അഖിലേന്ത്യാ തലത്തിലുള്ള സ്വഭാവം ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്നുള്ളത് എന്നൊരു വസ്തുത എവിടെയെങ്കിലും. കാരണം ഞാൻ പറയാം, ഇപ്പോൾ തന്നെ നേരത്തെ +2 വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയല്ലേ ഇന്ത്യ മുഴുവൻ രൂപപ്പെട്ടു വന്നത്. ഇവിടെ പ്രീ ഡിഗ്രി ആയിരുന്നില്ല. +2 വിദ്യാഭ്യാസ സമ്പ്രദായം, 12th വരെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇവിടെ പ്രീ ഡിഗ്രിയാണ് നിലവിലിരുന്നത്. അത് മാറ്റിയപ്പോൾ വലിയ എതിർപ്പുണ്ടായി. ഇവിടെ പ്രീ ഡിഗ്രി ബോർഡായി കേരളത്തിൽ നിലനിർത്താൻ ഒരു ശ്രമമുണ്ടായി. അതിനെതിരായിട്ട് ശക്തമായ വികേന്ദ്രീവൽക്കരണത്തെ വികേന്ദ്രീവൽക്കരണത്തിന് വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ വികേന്ദ്രീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ വികേന്ദ്രീകരണം, അധികാരങ്ങളെ സംബന്ധിച്ചാണ് വികേന്ദ്രീകരണത്തിൻ്റെ പ്രശ്നം വരുന്നത്. പക്ഷേ അക്കാഡമിക് മികവിനെ സംബന്ധിച്ചിടത്തോളം, അക്കാഡമിക് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് ഒരു കേന്ദ്രീകൃത കാര്യം തന്നെയാണ്. കേന്ദ്രീകൃത സംവിധാനവും കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടും ഉണ്ടാകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. അത്തരമൊരു സംവിധാനത്തിൻ്റെ അഭാവം കൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിലവാര തകർച്ച മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ കൂട്ടമായി പുറത്തേക്ക് പോകുന്നത്. അതിനാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഗവേഷണത്തിന് പ്രാധാന്യം നൽകേണ്ടപ്പോൾ നമുക്കറിയാമല്ലോ, PhD ഒക്കെ ലഭിക്കുന്നതിൽ പോലും, PhD ഒക്കെ സമ്മാനിക്കുന്നതിൽ പോലും രൂപപ്പെട്ടു വരുന്ന അഴിമതി എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ആർക്കും PhD എടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ സമുദായം മാറിയിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ്. PhD ഒക്കെ എടുത്ത് പുറത്തു വരുന്നവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത്ര വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇംഗ്ലീഷ്, ആംഗലേയ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും PhD ഉള്ളവർക്ക് ഇംഗ്ലീഷിൽ ഒരു വാചകം തെറ്റില്ലാതെ പറയാൻ പോലും കഴിയാത്തവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പം ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല, ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല ഇവരുണ്ടാകും. പക്ഷേ ആംഗലേയ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും PhD എടുത്ത ഒരാൾക്ക് ഇംഗ്ലീഷിൽ ഒരു വാചകം പോലും, 2 വാചകം തെറ്റില്ലാതെ എഴുതാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരാളും ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ താഴത്തെയുള്ള നിലവാരമല്ലല്ലോ. PhD കഴിഞ്ഞവർക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ അതിന് ഒരു അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടാകണം, അത് അക്കാഡമിക് മികവുണ്ടാകണം, അതിനനുസൃതമായ വിധത്തിലാവണം
ഈ ചട്ടങ്ങൾ രൂപപ്പെടേണ്ടത്. പിന്നെ അധികാരത്തിൻ്റെ പ്രശ്നം, അധികാരം ഇവർ രണ്ടു കൂട്ടരും കൂടെ ആലോചിച്ചും അത് നമ്മൾ ഈ താഴെക്കിടയിലുള്ള ആൾക്കാരെ പോലെ ഗവർണറും ചാൻസലറും മുഖ്യമന്ത്രിയും ഒന്നുമായിട്ട് സംഘർഷം ഉണ്ടാകേണ്ട ഒരു കാര്യങ്ങളുമില്ല. നമ്മൾ അതൊരു സംസ്ഥാനമാകുകയും അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തരും തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഭരണഘടനാപരമായിട്ട് ലഭിക്കേണ്ട അതിനകത്ത് നിന്നുകൊണ്ട് ഓരോരുത്തരും പെരുമാറണം. പക്ഷേ ഇപ്പം ഏതായാലും അല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല, ഇപ്പോൾ UGC കൃത്യമായി ഒരു ചട്ടം നിർദ്ദേശിച്ചിരിക്കുകയാണല്ലോ. ഇപ്പം ഇതിന് അത് ഇത്തരം സംഘർഷങ്ങൾ കൂടി കണ്ടുകൊണ്ടാവണമല്ലോ. അത് എങ്ങനെ വരുന്നു, അതിപ്പോൾ നിയമമാകും. ഇപ്പോൾ അത് പൊതുജനങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ചിരിക്കുകയാണ്, അഭിപ്രായങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ചാൻസലർമാർക്ക് ഗവർണർക്ക് ഈ അധികാരം നൽകുന്നതിനെതിരെ നിയമനിർമ്മാണത്തിന് വരെ കേരളം പോയതാണ്. പക്ഷെ അത് രാഷ്ട്രപതി ബില്ല് തള്ളിക്കളഞ്ഞതോടുകൂടി ആ ഒരു വഴി ബില്ല് തള്ളിയിട്ടില്ല, രാഷ്ട്രപതി സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വഴി കൂടി തടഞ്ഞു. ഇപ്പൊ ഇതാ പുതിയ ഈ ചട്ടവും വന്നു. അപ്പൊ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ ഇവിടെ തോറ്റിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ നമ്മൾ അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തോറ്റിരിക്കുകയാണ്. ഇനിയിപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഇത് നിയമമായി കഴിഞ്ഞാൽ പിന്നെ അതിന് വിധേയമാകാനല്ലേ കഴിയൂ. പക്ഷേ അതിന് വിധേയമായിട്ടില്ലെങ്കിൽ മറ്റ് ഗുരുതരമായിട്ടുള്ള ഗ്രാന്റുകളും തീർച്ചയായിട്ടും നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും സർക്കാർ പോവില്ല എന്ന് കരുതാം. എന്തായാലും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് തുടരുക തന്നെ ചെയ്യും. ഒരു തിരശ്ശീലയൊന്നും ആയിട്ടില്ല. തിരശ്ശീലയായിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ തിരശ്ശീലയായത് ഒരു ക്ലാരിറ്റി വന്നു എന്നുള്ളത് മാത്രമാണ്. ഈ ക്ലാരിറ്റി എങ്ങനെയാണ് അത് ഇനി അത് കൂടുതൽ എന്താ പറയുന്നത് ദുരൂഹമായ വഴക്കുകളിലേക്ക് പോകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്കൊറ്റ കാര്യത്തിലേ ഉള്ളൂ, അക്കാഡമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ വൈസ് ചാൻസലർ ആകുന്ന ആരായാലും ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപകരായാലും അവർ മെരിറ്റ് എന്ന് പറയുന്നത് വലിയ ഘടകമായിരിക്കണം. അതോടൊപ്പം ഈ PhD അടക്കമുള്ള ബിരുദങ്ങൾ, ഗവേഷണ ബിരുദങ്ങളൊക്കെ നൽകുന്നത് എന്ന് പറയുന്നത് തികച്ചും അർഹതപ്പെട്ടവർക്ക് ആകാവും. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാൻ കഴിയുമെങ്കിൽ നല്ലത്. എന്തായാലും പോര് മുറുകുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദിനെക്കാട്ടിയും വലിയ പുലിയാണ് ഇപ്പം ഗവർണറായിട്ട് വന്നിരിക്കുന്നത്. അത് അക്കാര്യത്തിൽ സർക്കാർ ഏതായാലും ചെറിയ പശു പറ്റി. കാരണം അത് പറഞ്ഞ പോലെ അവർ കടിച്ചതിനേക്കാൾ വലുത് തന്നെയാണ് പുറത്തിലിരുന്നത്. അക്കാര്യത്തിൽ സംശയമൊന്നും.